ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4-ന്. മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് 3-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. വിജയികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. ഹോർമൂസ് കടലിടുക്കിൽ രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് തടസ്സമില്ലെന്ന് ഇറാൻ. അനുമതി നിഷേധിക്കുന്നത് അമേരിക്ക ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്കെന്നും മുന്നറിയിപ്പ്. പശ്ചിമേഷ്യൻ മേഖലയിലെ 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി CBSE. മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നേർക്കുണ്ടായ വെടിവെപ്പ് ശ്രമം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ജമ്മുകശ്മീർ പോലീസ്. T20 ലോകകപ്പ് ക്രിക്കറ്റിന്റെ താരം സഞ്ജു സാംസണ് കേരള സർക്കാരിന്റെ ആദരം നാളെ. വാർത്തകൾ വിശദമായി. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 4-നാണ് പ്രഖ്യാപനം. തമിഴ്നാട്, പോണ്ടിച്ചേരി, അസം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളാണ് കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. കേരള നിയമസഭയുടെ കാലാവധി മെയ് 23-നാണ് അവസാനിക്കുന്നത്. പശ്ചിമബംഗാൾ നിയമസഭയുടെ കാലാവധി മെയ് 7-നും അസമിന്റേത് മെയ് 20-നും തമിഴ്നാടിന്റേത് മെയ് 10-നും പുതുച്ചേരിയുടേത് ജൂൺ 15-നുമാണ് അവസാനിക്കുന്നത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 1,58,212 പേർ കൂടി പട്ടികയിൽ ഇടം പിടിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് 2026 3-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വിജയികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് യുവജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കിടാനുമാണ് മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് സംരംഭം ലക്ഷ്യമിടുന്നത്. ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അമേരിക്ക ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റു രാജ്യങ്ങൾക്ക് ഈ പാതയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. As a matter of fact, the Strait of Hormuz is open. It is only closed to the tankers and ships belong to our enemies, to those who are attacking us and their allies. Others are free to pass. Of course, many of them prefer not because of their security concerns. This has nothing to do with us. And at the same time, there are many tankers and ships who are passing through the Strait of Hormuz. I can say that Strait is not closed, but it is only closed to American, Israeli ships and tankers. ഇന്ത്യയുടേതുൾപ്പെടെ നിരവധി കപ്പലുകൾ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ ആക്രമണം കടുപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം പരിഹരിക്കുന്നതിന് ഇറാൻ തയ്യാറാണെങ്കിലും വ്യവസ്ഥകളിൽ സമവായം ആയിട്ടില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. മുൻപ് നടത്തിയ ആക്രമണത്തിൽ ഖാർഗ് ദ്വീപ് പൂർണ്ണമായി തകർത്തതായും അദ്ദേഹം പറഞ്ഞു. ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അറിയിച്ചു. സംഘർഷ സാഹചര്യത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ച് സ്വിറ്റ്സർലൻഡ്. സ്വിസ് വ്യോമാതിർത്തിയിലൂടെ പറക്കാനുള്ള അമേരിക്കയുടെ അഭ്യർത്ഥനയാണ് നിരസിച്ചത്. ആക്രമണത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ വിമാനങ്ങൾ അമിതമായി പറക്കുന്നത് നിരോധിക്കുന്ന നിഷ്പക്ഷതാ നിയമം ഉദ്ധരിച്ചായിരുന്നു സ്വിറ്റ്സർലൻഡിന്റെ പ്രസ്താവന. ഇന്ത്യയിലേക്ക് വരുന്ന വാണിജ്യ കപ്പലുകളെ സഹായിക്കുന്നതിനായി പേർഷ്യൻ ഗൾഫിന് സമീപം യുദ്ധ കപ്പലുകൾ വിന്യസിച്ച് ഇന്ത്യൻ നാവികസേന. ദ്രവീകൃത പെട്രോളിയം വാതകം വഹിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്നലെ ഹോർമൂസ് കടലിടുക്ക് വഴി ഗതാഗതം അനുവദിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷ വിഷയത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ പൊതുനിലപാടിലെത്താൻ ഇന്ത്യ സജീവമായി ശ്രമിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ബ്രിക്സിന്റെ നിലവിലെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇന്ത്യ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് 14 സർവീസുകൾ റദ്ദാക്കി. എന്നാൽ ഷാർജയിൽ നിന്ന് ഡൽഹി, കണ്ണൂർ, കൊച്ചി, കോഴിക്കോട്, മുംബൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ സർവീസ് നടത്തും. റാസൽ ഖൈമയിൽ നിന്ന് കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള 2 വിമാനങ്ങളും സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ശ്രീലങ്കയിൽ ഇന്നു മുതൽ ഇന്ധനം വാങ്ങുന്നതിന് എല്ലാ വാഹനങ്ങൾക്കും QR കോഡ് രജിസ്ട്രേഷൻ സംവിധാനം നിർബന്ധമാക്കി. സാധുവായ QR കോഡ് ഇല്ലാത്തവർക്ക് ഇന്ധനം വിതരണം ചെയ്യില്ലെന്ന് ശ്രീലങ്കയിലെ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. നാളെ മുതൽ അടുത്ത മാസം 10 വരെ പശ്ചിമേഷ്യൻ മേഖലയിൽ നടക്കാനിരുന്ന 12ാം ക്ലാസ് പരീക്ഷകൾ CBSE റദ്ദാക്കി.
മാർച്ച് 1 മുതൽ 9 വരെയുള്ള പരീക്ഷകൾ നേരത്തെ മാറ്റിവെച്ചിരുന്നു. ഈ പരീക്ഷകളും റദ്ദാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന രീതി പിന്നീട് പ്രത്യേകമായി അറിയിക്കുമെന്നും CBSE കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നേർക്കുണ്ടായ വെടിവെപ്പ് ശ്രമം അന്വേഷിക്കാൻ ജമ്മുകശ്മീർ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. ജമ്മു, സാംബ, കത്വ റേഞ്ച് DIG അന്വേഷണ സംഘത്തെ നയിക്കും. ഈ മാസം 11-ന് സ്വകാര്യ ചടങ്ങിലാണ് ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. കേരളത്തിൽ 10,115 കർഷകർക്ക് കൂടി 2,000 രൂപ പെൻഷൻ അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. 13 ഉന്നതി കുടുംബങ്ങൾക്ക് വയനാട് ടൌൺഷിപ്പ് മാതൃകയിൽ വീട് നിർമ്മിച്ചു നൽകുന്നതിനും മന്ത്രിസഭായോഗം അനുമതി നൽകി. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുള്ള വിളനാശത്തിന് അടിയന്തര സഹായ പദ്ധതി പ്രകാരം 2021 ഒക്ടോബർ മുതലുള്ള 76.68 കോടി രൂപ കുടിശ്ശിക അനുവദിക്കും. 2024 ഡിസംബർ 31 വരെയുള്ള ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴ 50% ഇളവ് ചെയ്യാനും യോഗം തീരുമാനിച്ചു. ശബരിമലയിൽ മീനമാസ പൂജകൾക്ക് തുടക്കമായി. രാവിലെ 5-ന് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. മീനം 1 ഇന്ന് സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വലിയ നടപ്പന്തൽ നിറഞ്ഞ് തീർത്ഥാടകർ രാവിലെ അയ്യനെ കണ്ടു തൊഴാൻ വരി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്നലെ വൈകിട്ട് മാസപൂജയ്ക്കായി നട തുറന്നതു മുതൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നു മുതൽ നട അടയ്ക്കുന്ന 19 വരെ എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇന്നലെ മുതൽ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഇടയ്ക്കിടെ മഴ ലഭിക്കുന്നുണ്ട്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വിറക് ഉപയോഗിച്ചുള്ള പാചകത്തിന് നിരോധനമുള്ളതിനാൽ നിവേദ്യം ഉൾപ്പെടെ തയ്യാറാക്കുന്നതിനായി പാചകവാതക സിലിണ്ടറുകൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. മുടക്കമില്ലാതെ ഇന്നത്തേക്കുള്ള ലോഡ് എത്തിയിരുന്നു. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മലയാളി താരം സഞ്ജു സാംസണെ കേരള സർക്കാർ ആദരിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ വൈകിട്ട് 4-നാണ് ചടങ്ങ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ക്രിക്കറ്റ് താരങ്ങളെയും ക്രിക്കറ്റിൽ അതുല്യ സംഭാവന നൽകിയവരെയും ആദരിക്കുന്നതിനായുള്ള നമൻ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ റോജർ ബിന്നിയെയും രാഹുൽ ദ്രാവിഡും മിതാലി രാജും കേണൽ CK നായിഡു ആജീവനാന്ത പുരസ്കാരം ഏറ്റുവാങ്ങും. വ്യാവസായിക മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വൈദ്യുതി നിയന്ത്രണങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ചട്ടക്കൂട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വൈദ്യുതി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. 2005 വൈദ്യുതി നിയമത്തിലെ 3-ാം ചട്ടം ഭേദഗതി ചെയ്താണ് വൈദ്യുതി ഭേദഗതി ചട്ടം 2026 അവതരിപ്പിച്ചതെന്ന് ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം. ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. സുരക്ഷിത ഉത്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം മോഷണം പോയെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊട്ടാരത്തിലെ മുതിർന്ന അംഗമായ ഗൌരി ലക്ഷ്മിഭായിയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി 2 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങി. ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനാണ് ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ഉത്തരാഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ സംസ്ഥാനങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നഗരനിക്ഷേപ ജാലകവുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തെ പ്രാദേശിക ശില്പശാലയ്ക്ക് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കമാകും. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള 150ഓളം മുനിസിപ്പൽ കമ്മീഷണർമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4-ന്. മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് 3-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. വിജയികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. ഹോർമൂസ് കടലിടുക്കിൽ രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് തടസ്സമില്ലെന്ന് ഇറാൻ. അനുമതി നിഷേധിക്കുന്നത് അമേരിക്ക ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്കെന്ന് മുന്നറിയിപ്പ്. പശ്ചിമേഷ്യൻ മേഖലയിലെ 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി CBSE.
മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നേർക്കുണ്ടായ വെടിവെപ്പ് ശ്രമം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ജമ്മുകശ്മീർ പോലീസ്. T20 ലോകകപ്പ് ക്രിക്കറ്റിന്റെ താരം സഞ്ജു സാംസണ് കേരള സർക്കാരിന്റെ ആദരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.